സംരംഭകർ നാടിൻ്റെ നായകരാകട്ടെ. നല്ല പുഷ്ടിയുള്ള ഒരു തെങ്ങിൻ്റെ ഉയർന്നു വരുന്ന കൂമ്പിൽ കയറിയിരുന്ന് അതിൻ്റെ നീര് ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊമ്പൻ ചെല്ലി തെങ്ങ് പുഷ്ടിപ്പെടണമെങ്കിൽ ഇനിയും നല്ല വളമിടണം എന്ന് പറയുന്നത് പോലെ ഒരു പറച്ചിൽ പറഞ്ഞു കളഞ്ഞു ഇന്നലെ മന്ത്രി പി രാജീവ്. വ്യവസായ സംരംഭകർ കേരളത്തിൻ്റെ അംബാസഡർമാരാകണമെന്ന്, അതിന് യോജിച്ച കാലാവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നും മാത്രമല്ല വ്യവസായ മേഖലയിൽ മറ്റിടങ്ങളിലെ പോലെ കലുഷിതമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് വർഷം തോറും നേർച്ച പോലെ നടത്തുന്ന ഫണ്ടമുക്കൽ പരിപാടിയായ കാക്കനാട് ഇൻഫോ പാർക്കിൽ നടത്തിയ മെഷീനറി എക്സ്പോ 2024 യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് മന്ത്രി പി രാജീവ് ഈ വർത്തമാനം പറഞ്ഞു കളഞ്ഞത്. അന്തം കമ്പികൾ മാത്രമേ ആ പരിപാടിയുടെ കാഴ്ചക്കാരായി ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടായിരിക്കാം ആരും എഴുന്നേറ്റ് നിന്ന് കൂവിയില്ല, മുണ്ടുപൊക്കി കാണിച്ചില്ല. ബോധമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് കേട്ട് ഇട്ടിരുന്ന ചെരുപ്പ് ഊരിയയാൾ ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ എറിയുകയില്ലായിരുന്നു. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നിട്ട് ഏതാനും ദിവസങ്ങളായില്ല. ഇനിയും കടമെടുപ്പ് തുടർന്നാൽ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരും എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം അവിടെ വിറ്റ് നൽകിക്കഴിഞ്ഞു. കള്ള് കച്ചവടത്തിനും ലോട്ടറി കച്ചവടത്തിനും പെറ്റിയടിക്കും എന്തെങ്കിലും ദൈവമേ സംഭവിച്ചാൽ അന്ന് പൂട്ടും ഇവിടുത്തെ ഖജനാവ്. ഇവന്മാർ ഇവിടെ എന്ത് മെഷീനറികളാണ് എക്സിബിറ്റ് ചെയ്യുന്നത്? എന്തിന്? ഈ മെഷീനറി മേടിച്ചാൽ അത് കയറ്റാൻ CITUക്കാരൻ പറയുന്ന കാശ് കൊടുക്കണം, വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കാൻ യൂണിയൻകാർ പറയുന്ന കാശ് കൊടുക്കണം. ഒരു പ്രസ്ഥാനം തുടങ്ങാൻ ചെന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇരിക്കുന്നത് അന്തം കമ്പികളാണ്. ഇവന്മാർക്കൊന്ന് കൊല വിളിക്കും. ഇനി ഇവന്മാരെ കാര്യമായി ഒന്ന് കണ്ട് സ്ഥാപനം തുടങ്ങിയാൽ അവിടെ യൂണിയൻ ഉണ്ടാക്കി കൊടി കുത്തി അത് 7-ാം ദിവസം പൂട്ടിക്കും. ഇവിടെ തുടങ്ങാൻ പറ്റിയ കച്ചവടം എന്ന് പറയുന്നത് പിടിച്ചു പറിക്കുവാനുള്ള പിച്ചാത്തി, ആ പിച്ചാത്തി അരയിൽ മുറിയാതെ വെച്ചുകൊണ്ട് പോകുവാനുള്ള ലെതർ ഉറ, സൈക്കിൾ ചെയിൻ, വടിവാള്, വിരട്ടാൻ പറ്റുന്ന നാടൻ ബോംബ്, ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള മുഖംമൂടി, രാത്രിയിലും പണി നടത്താവുന്ന നൈറ്റ് വിഷൻ കണ്ണടകൾ എന്നിവയൊക്കെയാണ്. ഇതുണ്ടാക്കാനുള്ള വല്ല മെഷീനറികളും കൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചാൽ വല്ല അന്തംകമ്മികളും മേടിക്കും. അല്ലെങ്കിൽ ബോധമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഈ എക്സ്പോയിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭകൻ ഏതെങ്കിലും ഒരു മെഷീനറി ഇവിടെ നിന്ന് ബുക്ക് ചെയ്തു എന്ന് കാണിച്ചാൽ ഇവന്മാർ പറയുന്ന പണി ഞാൻ ചെയ്യാം, ബാ ഓടി വാ, ഒരു പരിപാടി തുടങ്ങ്, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പണി തുടങ്ങാൻ എന്നതാണ് ഇവന്മാരുടെ മുദ്രാവാക്യം. വ്യവസായ സംരംഭകർ കേരളത്തിൻ്റെ അംബാസഡർമാരാകണം എന്ന് പറയുന്ന ഈ മോന്മാരാണ് കിറ്റക്സ് എന്ന ആയിരങ്ങൾക്ക് അത്താണിയായ അന്താരാഷ്ട്ര വിപണിയിൽ കേരളത്തിൻ്റെ യശസ് ഉയർത്തിയ സ്ഥാപനം പൂട്ടിക്കുവാൻ നോക്കി അവസാനം തെലങ്കാനയിലേക്ക് അവർ പറിച്ചു നടേണ്ടി വന്നത്. ഇവന്മാരുടെ അതിക്രമങ്ങൾ കൊണ്ട് എത്ര സംരംഭകർ ഇവിടെ ആത്മഹത്യ ചെയ്തു, എത്ര പേർ വ്യവസായം തകർന്ന് കടം പെരുകി ആത്മഹത്യയുടെ വക്കിൽ കഴിയുന്നു, എത്ര പേർ അവരുടെ സംരംഭങ്ങൾ അന്യസംസ്ഥാനങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും മാറ്റിക്കഴിഞ്ഞു. എന്തിന്? പിണറായിയുടെ മകൾ വീണയുടെ ഷെൽ കമ്പനി എക്സാലോജിക്ക് പോലും കൊണ്ട് എവിടെയാ രജിസ്റ്റർ ചെയ്ത് പണി തുടങ്ങിയത്? അങ്ങ് ബംഗളൂരുവിൽ. എന്തുകൊണ്ട്? കേരളത്തിൽ തുടങ്ങാൻ അവരും പേടിക്കുന്നു. നമ്മുടെ കാണപ്പെടുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് വ്യവസായികളും സംരംഭകരും നമ്മുടെ കർഷകരുമാണ്. ഇന്ന് നാം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് മുതൽ കാലിൽ അണിഞ്ഞിരിക്കുന്ന പാദരക്ഷ വരെ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. 3 നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണം നാം കഴിക്കുമ്പോൾ അതുണ്ടാക്കിയ കർഷകനെ നാം ഓർക്കുന്നില്ല. എന്നാൽ ഭൂമിയിൽ കുനിഞ്ഞ് ഒരു പണിയും ചെയ്തിട്ടില്ലാത്ത, യാതൊരു പണിയും ചെയ്യുവാൻ വശമില്ലാത്ത രാഷ്ട്രീയക്കാരൻ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നു. ഇവന് പാർട്ടി ഉണ്ടാക്കാൻ, പാർട്ടി ആഫീസ് ഉണ്ടാക്കാൻ, അണികൾക്ക് ശാപ്പാടും വെള്ളവും അടിക്കാൻ, അവൻ അണ്ടർവെയർ മേടിക്കാൻ, പ്രതിഷേധം നടത്തുവാൻ, പ്രകടനം നടത്തുവാൻ, തെരഞ്ഞെടുപ്പ് ചെലവിന്, ഇവൻ്റെ ഉപജീവനത്തിനെല്ലാം പണം കൊടുക്കുന്നതാരാ? പ്രധാനമായും ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും. അണലിയെയാണ് വളർത്തുന്നത്, അത് കടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇവറ്റകളെ തീറ്റിപ്പോറ്റുന്നത്. രാഷ്ട്രീയം ഒരു കുടുംബ വ്യവസായമാക്കുവാൻ അനുവദിക്കരുത്. തട്ടകങ്ങൾ ചാടി ചാടി PC ജോർജ് മോനെയും കൊണ്ടുപോയി ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇവനും മോനുമാണിനി കേരളത്തെ കൊലത്താൻ പോകുന്നത്. ഈ അവസരവാദികളും നേരും നെറിയുമില്ലാത്തവരാണ് കേരളത്തിൻ്റെ സംരക്ഷകരാകാൻ പോകുന്നത്. ഇനിയും അതിന് അവസരം കൊടുക്കരുത്. ഈ നാടിനെ നശിപ്പിക്കുവാനുള്ള വൈറസുകളെയാണ് നമ്മൾ കാശ് കൊടുത്ത് വളർത്തുന്നത് എന്ന് മനസ്സിലാക്കുക. സാബു M. ജേക്കബ് മുന്നോട്ടിറങ്ങിയതുപോലെ നിങ്ങളും മുന്നോട്ടിറങ്ങുക.
രാഷ്ട്രീയ പാർട്ടികളിൽ അധിഷ്ഠിതമല്ലാത്ത പ്രൊഫഷണലുകളുടെ ഒരു മുന്നണി ശക്തമാക്കുക. കഴിവുള്ളവർ നാടിനെ നയിക്കുവാനായി മുന്നോട്ട് വരിക. ഓരോ ദിവസവും കഴിയുന്തോറും 2020-യുടെ ജനപിന്തുണ ഏറി വരികയാണ്. ഇനി ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. എന്റെ പേര് ബിജു എന്നാണ്. വീട് ചാലക്കുടിയാണ്. ഞാൻ 2020-യുടെ കാര്യത്തെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇലക്ഷൻ, വരുന്ന ലോക്സഭ ഇലക്ഷന് 20 മണ്ഡലത്തിലും ഒരാൾ നിർത്താനുള്ള ഒരു സജഷൻ, അത് ജയിക്കാനായിട്ടല്ല, നമ്മുടെ ഒരു പ്രസൻസ് എല്ലാവർക്കും ഒന്ന് ഫീൽ ചെയ്യാനും ഒരു മോക്ക് ഡ്രില്ല് പോലെ അടുത്ത ഇലക്ഷനിൽ നിൽക്കാനായിട്ട് ഒരു ആഗ്രഹമാണ്. ഒത്തിരി ആൾക്കാരെ വോട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ചുമ്മാ പോയിട്ടൊന്ന് വോട്ട് ചെയ്യാനും അവർക്കാർക്കും കുത്താനായിട്ട് ഒരു ചോയ്സ് ഇല്ലാത്തതിന്റെ പേരിൽ, അതോടൊപ്പം ജനങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ടും, പ്രത്യേകിച്ച് പറയണം ജയിക്കാനല്ല എന്നുള്ളത്. കാരണം പിന്നീട് ആളുകൾ ചോദിക്കും നിങ്ങൾ ജയിക്കാനല്ലേ പിന്നെ നിന്നേന്ന് ചോദിക്കും. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ഒരു പ്രസൻസ് എല്ലാവർക്കും, ഇപ്പൊ ആൾക്കാർക്ക് പലർക്കും അറിഞ്ഞൂടാലോ. അറ്റ്ലീസ്റ്റ് പോളിംഗ് ബൂത്തിൽ പോകുന്നവരാണെങ്കിലും അറിയില്ല എന്താണ് 2020 എന്ന് ചോദ്യം. അവരുടെ അടുത്ത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അവബോധം, നമുക്കൊരു മാത്രമല്ല പ്രവർത്തകർക്കും അത് അടുത്തൊരു ഇലക്ഷനിലേക്ക് ഒരു റിഹേഴ്സൽ പോലെ അതിനൊരു സജഷൻ, അത് അവരെ ബന്ധപ്പെട്ട ടീമിനൊന്ന് അറിയിക്കാമോ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞങ്ങൾക്ക് നേരിട്ട് ആൾക്കാരോട് പറയാൻ പറ്റില്ല. നിങ്ങൾ മീഡിയയിൽ കൂടെ ആകുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് കുറച്ചും കൂടി ആൾക്കാർക്ക് കേൾക്കാനും ഒത്തിരി ആളുകൾക്ക് എത്താനൊരു ചാൻസ് ഉണ്ട്. സാറേ, ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വിളിക്കണം. എന്റെ വീട് കുന്നംകുളത്താണ്, തൃശ്ശൂര്. ഞാനും ഭാര്യയും എന്റെ മോനാണുള്ളത്. ഞാൻ ടീച്ചറാണ്. ഞാൻ മാൽഡീവ്സിൽ ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്ത് വന്നിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് മഹാരാഷ്ട്ര. ഞാൻ ഒറ്റയ്ക്കുള്ള ഇവിടെ, ഫാമിലി കുന്നംകുളത്താണ്. ഞാൻ എനിക്ക് 2020 വോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുക. തൃശ്ശൂരിൽ നമ്മുടെ യൂണിറ്റ് എല്ലാം വരും. സാറേ, നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൺലൈനിൽ എടുക്കാം. ഓൺലൈനിൽ എടുക്കാൻ പറ്റില്ല. ന്യൂസിന്റെ ആ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ 2020 റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളുടെ നോക്കിയാൽ നമുക്ക് കാണാം. അതിനകത്ത് ആ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക. നമുക്ക് അംഗത്വം എടുക്കാം. ഓക്കെ, താങ്ക് യു സാറേ. പാലക്കാട് രാജേന്ദ്രനാണ് വിളിക്കുന്നത്, മുണ്ടൂര്, പാലക്കാട്. പറഞ്ഞോട്ടാ. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ഒരു യൂണിറ്റ് ഫോം ചെയ്യണം. ഞാനിപ്പോ തന്നെ ഒരുപിടി ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും എല്ലാ ആൾക്കാരും ഇന്നത്തേക്ക് വരാൻ തയ്യാറാണ്. ബന്ധുക്കൾ തന്നെ വയനാട്ടില്, ഹൈറേഞ്ചില്, തൊടുപുഴ, ഈ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരുപിടി ബന്ധുക്കളുണ്ട്. അവരൊക്കെ ഞാൻ 1 by 1 ആയിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. ഞാനിപ്പോ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാരുമായിട്ട് ഞാൻ വിഷയം അവതരിപ്പിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെ കിഴക്കമ്പലത്തേക്കൊന്ന് വന്നിട്ട് അവിടുത്തെ പരിപാടികൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വോട്ട്മാന്. വളരെ സന്തോഷം. അവിടെ വിളിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാല് നമുക്ക് അതെല്ലാം കണ്ടു കേട്ട് സംസാരണം കണ്ടു പോരാം. ഞാനിനിയിപ്പോ വയനാടിന് പോകുന്നുണ്ട്, തൊടുപുഴയ്ക്ക് പോകുന്നുണ്ട്, ഈ ഹൈ റേഞ്ചിലേക്ക് പോകുന്നുണ്ട്. അവിടെയൊക്കെ എൻ്റെ ഒത്തിരി കുടുംബക്കാരുണ്ട്. മരുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ ഞാൻ എല്ലാം കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഈ വിവരം പറയുന്നുണ്ട്. പക്ഷെ വളരെ പരിതാപകരം എന്ന് പറയട്ടെ, ആൾക്കാർക്ക് ഒരു ചൂട് വേണ്ട. ഇത്രയും അടിമത്വം അനുഭവിച്ച് ഇത്രയും വിലക്കയറ്റവും തൊഴിലില്ലായ്മ. ആളുകൾക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ഒരു മോചനമില്ലാന്ന് പറഞ്ഞ് കിടക്കുന്നവരുടെ അടുത്ത് സാധ്യമാണ് 2020 വന്നാൽ സാധ്യമാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തവർക്ക് പ്രതീക്ഷ കൂട്ടി വരുമ്പോഴാണ് അവർക്ക് ആവേശം ഉണ്ടാകുന്നത്. ഞാനതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അത്രയൊക്കെ പറഞ്ഞപ്പോഴും ആൾക്കാർ അത് സാരമില്ല. ഇപ്പൊ ഏട്ടനത് പറയാവുന്ന രീതിയിൽ പറയുക. ബാക്കിയുള്ള ഇനിയുള്ള ദിവസങ്ങളിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിക്കോളും, അവർ തന്നെ വന്നോളും. ഞാനൊരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകരായിരുന്നു. ഇവിടെ ഞാൻ കുറെ ആൾക്കാരുമായിട്ട് ഈ സംസാരിച്ചു. അപ്പൊ ഇവിടെ ഒരു മാറ്റം വേണം. അപ്പൊ മാറ്റം വേണം. സാഹുവിന്റെ ഇതെല്ലാം ഞങ്ങൾ വാർത്തയിലെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ ഇവന്മാര് വെല്ലുവിളിക്കുക. ഈ മുഖ്യമന്ത്രിക്ക് വെല്ലുവിളിക്കുക. അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അതിനെ മറികടക്കാൻ ഇവർക്ക് പറ്റണില്ല. അല്ലാതെ കള്ളക്കേസിലേക്കാണ് പോകുന്നത്. കാരണം തൊഴിലുള്ളവൻ ഒരു തൊഴിൽ ചെയ്ത് അവനവന്റെ കുടുംബത്തിനെ ജീവിക്കാൻ കഴിവുള്ളവനെ വേണം നമ്മളതിന്റെ ചുമതലകൾ ഏൽപ്പിക്കാൻ. വരുന്നവർ വരട്ടെ, ഓക്കെ. ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് അവന്റെ കുടുംബവും അവന്റെ മക്കളെയും വളർത്താൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുക. ഇതിപ്പം നിലനിൽപ്പില്ലാത്ത കുറേ എണ്ണം ഇപ്പൊ ഇത് കയറും, മെമ്പർഷിപ്പ് എടുക്കും. സ്നേഹമുള്ള ജനങ്ങളുടെ സ്നേഹവും ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹമുള്ള നിങ്ങൾ ഉള്ളയെ കൊണ്ട് മാത്രമാണ് ഈ പുറം ലോകം ഈ കഥകൾ അറിയണത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.